കുട്ടിയുടെ നഗ്ന ചിത്രം എടുക്കുകയും അതിനെ തുടർന്ന് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഒരു ഇതിന്റെ റിപ്പോർട്ട് ഇതിനകത്ത് എല്ലാവരും അവരെ പറയുന്നത് അവരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തു, അവരെ മക്കളെ അറ്റാക്ക് ചെയ്തു എന്നുള്ള റീസൺ. ഗായ്സ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് വോയിസുകൾ കേൾപ്പിച്ചു തരാം. അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ നടൻ സിദ്ദിഖിനെതിരെ രേവതി സമ്പത്ത് ഒരു ആരോപണമായിട്ട് മുന്നേ തന്നെ വന്നതാണ്. ഇപ്പോൾ സിദ്ദിഖ് അതിൻ്റെ ചുമതലയിൽ നിന്ന് ഇപ്പോൾ രാജിവെക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ ഒരു രേവതി സമ്പത്തിൻ്റെ ഇതേപോലുള്ള ആരോപണങ്ങൾ ഇത് ആദ്യമായിട്ട് വരുന്നൊരു സംഭവമല്ല. ഇത് ശരി അപ്പോൾ നടന്ന സംഭവമായിരിക്കാം, പക്ഷേ എൻ്റെ ഒരു ഡൗട്ടാണ് ഇത് ആദ്യമായിട്ട് വന്ന സംഭവങ്ങളല്ല. ഇതിന് മുമ്പ് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ നിങ്ങൾക്കൊന്ന് ഇവിടെ കേൾപ്പിച്ചു തരാം. നിങ്ങളൊന്ന് കേൾക്കട്ടോ. ആ റൂമിലെ ആണുങ്ങൾ ചെയ്തിരുന്നു. രാജേഷിനെ സംരക്ഷിക്കാൻ ഷിജുവും ഹേമന്തും ഹർഷയും തുടങ്ങി കുറെ പേർ ഉണ്ടായിരുന്നു. അവിടുത്തെ പീഡനങ്ങൾ സഹിക്കാനാകാതെ ആദ്യ ദിനങ്ങളിൽ ഒരു ദിവസം സ്റ്റെയറിൽ പലപ്പോഴും കരഞ്ഞു തളർന്നിരിക്കുമ്പോൾ ഷിജു പലപ്പോഴും തന്റെ മുന്നിലൂടെ പോയിട്ടുണ്ട്. പലപ്പോഴും അവരോടൊപ്പം ചേർന്ന് ഒരു സ്ത്രീയെ ഹറാസ്മെന്റ് ചെയ്യുന്നതിൽ കൂടെ നിന്ന ആൾ. ഇന്നയാൾ പുതുമുഖമായി കഷ്ടപ്പെട്ടു വരുന്ന വഴികളുടെ ചരിത്രം ആഘോഷിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുടെ സിനിമയിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് കൂട്ടുനിന്നു എന്ന കുറ്റസമ്മതം കൂടി നടത്തണം. ഷിജുവിനോട് ഒരു കാര്യം, സിനിമ തന്റെയൊന്നും സ്വകാര്യ സ്വത്തല്ലെന്നും രേവതി കുറിക്കുന്നു. എനിക്ക് സിനിമ എന്നത് ഷിജുവിന്റെയോ രാജേഷ് എന്ന ഊളയുടെയോ ഔദാര്യമല്ല. ഈ ഇടത്തിൽ ഞാൻ എങ്ങനെയാകണം എന്നുള്ള വ്യക്തമായ ക്രിയാത്മകമായ കാഴ്ചപ്പാടുള്ള സ്ത്രീ. ഇത് ഒരു 3 വർഷത്തിന് മുമ്പ് ഒരു ആരോപണം വന്നതാണ്. ഇതെല്ലാവരും നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇനി വേറൊരു സംഭവം, നമ്മുടെ സിദ്ദിഖിനെ കുറിച്ച് തന്നെ ഇവരിട്ട സംഭവത്തിൽ സിദ്ദിഖ് റിപ്ലൈ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. സിദ്ദിഖ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിലും സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച രേവതി സമ്പത്തിനുള്ള ചുട്ട മറുപടിയാണ് ഇതെന്നാണ് വിലയിരുത്തൽ. അതേസമയം രേവതി സമ്പത്ത് WCCക്കെതിരെ നിലപാടെടുത്ത തന്നെ കരുതി കൂട്ടി ആക്രമിക്കുകയാണെന്ന വിധത്തിലാണ് സിദ്ദിഖിന്റെ പ്രതികരണം. 2016 ഇറങ്ങിയ സുഖമായിരിക്കട്ടെ എന്ന ചലച്ചിത്രം താൻ നായകനായ സിനിമയാണെന്നും അന്ന് താൻ ക്ഷണിച്ചിട്ടാണ് ചിത്രത്തിന്റെ പ്രിവ്യൂ കാണാൻ അച്ഛനമ്മമാർക്കൊപ്പം രേവതി സമ്പത്ത് വന്നതെന്നും പ്രിവ്യൂവിന് ശേഷം മാസ്കറ്റ് ഹോട്ടലിൽ ഒന്നിച്ച് ഭക്ഷണവും കഴിച്ചാണ് തങ്ങൾ പിരിഞ്ഞതെന്നും ഇടയ്ക്കിടെ ഫോണിൽ തന്നെ വിളിക്കാറുള്ള പെൺകുട്ടിയായിരുന്നു രേവതി എന്നും ഇത്തരമൊരു സംഭവമേ നടന്നിട്ടില്ലെന്നുമാണ് സിദ്ദിഖിന്റെ. നിങ്ങൾ ചോദിക്കും ഇതിനകത്ത് എന്താണ് ഒരു ഇതായിട്ടുള്ളത് കാര്യം കഴിഞ്ഞാൽ ആ കുട്ടിക്കെതിരെ ഉണ്ടായിട്ടുള്ള അനീതികൾ ആ കുട്ടി തുറന്നു പറയുന്നു വിചാരിച്ചു. ഇനി ഞാൻ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പും കൂടി ഒരു വീഡിയോ കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. പീഡിപ്പിച്ച 14 പേരുടെ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. ഈ ലിസ്റ്റിൽ 5ാമനായി ഉൾപ്പെട്ട കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ അഭിൽ ദേവ് ഇപ്പോൾ രേവതി സമ്പത്തിനെതിരെ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. അഭിൽ ദേവിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ കേരളം ഫാഷൻ ലീഗിന്റെ ഫൗണ്ടറാണ്. 2015 രേവതി സമ്പത്ത് എന്നെ ആദ്യമായി വിളിക്കുന്നത്. ചൈനയിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഈ കുട്ടിക്ക് ഫാഷൻ മേഖലയിൽ വലിയ താല്പര്യമുണ്ട്, ഷോകളിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഒരു MBBS വിദ്യാർത്ഥി എന്ന നിലയിലൊക്കെയാണ് സംസാരിച്ചത്. ഒരു പുതുമുഖം എന്ന നിലയിൽ ഫാഷനിൽ ഒരു അവസരം കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഈ ഒരു വീഡിയോ തുടർന്ന് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ സർച്ചും കാര്യങ്ങളും ചെയ്തു. അപ്പൊ ഇവര് ചൈനയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ രേവതി സമ്പത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കുട്ടിയുടെ നഗ്ന ചിത്രം എടുക്കുകയും അതിനെ തുടർന്ന് അവരവിടെ പെറ്റീഷൻ കമ്മിറ്റിയിൽ ചെയ്യുകയും അങ്ങനെ അതിനെ തുടർന്ന് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഒരു ഇതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എന്തായാലും വെക്കാം. അപ്പോൾ ഈ റിപ്പോർട്ടും കാര്യങ്ങൾ ഇതേപോലെ ഒരുപാട് ന്യൂസ് നമ്മുടെ രേവതി സമ്പത്തിനെ തുടർന്നിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാവരും അവരെ പറയുന്നത് അവരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തു, അവരെ മറ്റേ അറ്റാക്ക് ചെയ്തു എന്നുള്ള റീസൺ. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. എന്തായാലും ഇത് കാണുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടായിരുന്നു.